എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സ്നേഹതീരം ബീച്ചിലേക്ക് പോയാലോ? ഇത് തളിക്കുളം സെൻറ്ററിൽ നിന്ന് പടിഞ്ഞാട്ട് പോകുമ്പോഴാണ് ഈ സ്നേഹതീരം ബീച്ചുള്ളത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ചെറിയ പാർക്കൊക്കെ ഉണ്ട്. പിന്നെ കടൽ കാണുന്നവർക്ക് വന്നിരിക്കാൻ പറ്റിയ സീറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പാർക്കിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 10 രൂപയാണ് വരുന്നത്. കുട്ടികൾക്കാണെങ്കിൽ 5 രൂപയാണ്. പാർക്കിൻ്റെ ഉള്ളിൽ ആദ്യം കുറേ സ്ലൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ പൊളിഞ്ഞ് കിടക്കാണ്. മൊത്തത്തിൽ ഇവിടെ ഇപ്പോൾ തിരക്കൊക്കെ കുറവായി. ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഓഹോ ബീച്ച് വന്നിട്ടുള്ളത്. ഇപ്പോൾ തിരക്ക് മുഴുവൻ അവിടെയാണ്. ആൾക്കാരൊക്കെ ഫുള്ള് അങ്ങോട്ടാണ് പോണത്. ഇവിടെ പൊതുവേ കുറവാണ് തിരക്ക്. ഞങ്ങൾ പോയത് ഒരു സൺഡേ ആണ്. സൺഡേ ആയിട്ട് കൂടെ അവിടെ തിരക്കൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇവിടെ കുറേ മീനുകളൊക്കെ വളർത്തുന്നുണ്ട്. പല കളേഴ്സിലുള്ള മീനുകളൊക്കെ ഉണ്ട് ഇവിടെ. പാർക്കിൻ്റെ അകത്ത് കുറച്ച് സ്ലൈഡുകളും ഊഞ്ഞാലുകളും മാത്രമേ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൂ. ബാക്കിയെല്ലാം നാശമായിട്ട് കിടക്കുകയാണ്. ഇവിടെ ഇരുന്ന് സൺസെറ്റ് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടെ സൈഡിലൊക്കെ കുറേ കടലിനോട് ചേർന്നിട്ട് തന്നെ കുറേ സീറ്റൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് സൺസെറ്റൊക്കെ കാണാൻ നല്ല രസമാണ്. ഇപ്പം മഴക്കാലമൊക്കെ ആയ കാരണം അധികം വെയിലൊന്നുമില്ല. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സ്നേഹതീരത്ത് വരുന്നവർക്ക് ബീച്ചിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഈ പാർക്കിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ തന്നെ നേരെ പോയി കഴിഞ്ഞാൽ ബീച്ചിലേക്ക് പോകാൻ പറ്റും. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഇവരൊരു എയർ നിറച്ചിട്ടുള്ള ചെറിയൊരു പാർക്ക് സ്ലൈഡുകളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് തിരക്കുള്ളത് ആ ഭാഗത്തായിരുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഇരുന്ന് സൺസെറ്റൊക്കെ കണ്ടു. സൺസെറ്റ് കാണാനാണ് ഭംഗി. ഇപ്പോൾ കടലൊക്കെ നല്ല കൂടുതലാണ്. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ.